ജനീഷ് ഈ പറഞ്ഞ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് ജനീഷ് പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും എടുത്തു പറയാൻ കഴിയുന്ന ഓരോ മറുപടി എനിക്കുണ്ട്. അതിന് എനിക്ക് തോന്നുന്നു ഈ സമയം തന്നെ പോരാതെ വരുമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ആദ്യമേ എന്തായാലും ഈ 4ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സർക്കാരിന് എന്ത് ധാർമ്മികതയാണ് ഉള്ളത് എന്നാണ് ഈ ചർച്ചയിൽ നമ്മൾ സംസാരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ജനങ്ങളോട് എന്ത് കമ്മിറ്റ്മെന്റാണ് ഈ ഗവൺമെന്റിനുള്ളത്? ഈ ഗവൺമെന്റ് കഴിഞ്ഞ 8 വർഷക്കാലമായി ഈ ഗവൺമെന്റ് കേരളം ഭരിക്കുകയാണ്. ഏത് തരത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളിലാണ് ഈ ഗവൺമെന്റ് ഇടപെട്ടിട്ടുള്ളതെന്ന് നമ്മൾ പരിശോധിക്കണം. ഏറ്റവും ഒടുവിൽ നമ്മൾ എല്ലാവരും ചർച്ചയുടെ ഭാഗമായി സംസാരിച്ചു വന്ന ആശാ വർക്കർമാരുടെ സമരം തന്നെ ഒന്ന് എടുക്കാം. എന്താണ് അവരെ ഒന്ന് കേൾക്കാൻ തയ്യാറാകാത്ത ഒരു ഗവൺമെന്റായി ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കോ ഏതെങ്കിലും മന്ത്രിമാർക്കോ, ഇവിടെ ഈ ഗവൺമെന്റിൽ അധികാരത്തിന്റെ വിവിധ കോണുകളിൽ ഇരിക്കുന്ന മന്ത്രിമാരെല്ലാവരും ഈ സമരത്തെ പരിഹസിക്കുകയാണ്. സമര പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന LDF ഗവൺമെന്റ് എന്ന് ഈ നാഴികയ്ക്ക് 40 വട്ടം വാർത്താ സമ്മേളനങ്ങളിൽ പറയുന്ന CPM-ന്റെ നേതാക്കന്മാർ ഈ സമരം ഇരിക്കുന്ന ആളുകളെ, പാവങ്ങളെ പരിഹസിക്കുന്ന ഒരു തരത്തിലേക്ക് ഈ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. ഈ അധികാരത്തിന്റെ ആനന്ദ ചുവടിലാടുന്ന ഈ ഒരു തലത്തിലേക്ക് അവരെത്തി മാറി നിൽക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങളെ കേൾക്കാൻ, അല്ലെങ്കിൽ ജനങ്ങളുടെ ദുരിതം മനസ്സിലാക്കാൻ, ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ഒരു കാര്യം, ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ വോയിസ് നോട്ട് കാണിക്കുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായി നമ്മൾ കേട്ടൊരു കാര്യമുണ്ട്. 100 കോടി രൂപയാണ് ഈ ആഘോഷ പരിപാടികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. അതിനകത്ത് 15 കോടി രൂപയും ചെലവാക്കുന്നത് മുഖ്യമന്ത്രിയുടെ വലിയ പടമുള്ള ഹോർഡിങ്സ് കേരളത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വയ്ക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു സാധാരണക്കാരൻ നേരിടുന്ന ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ ഈ ഒരു തുകയുടെ 4-1 മതി. എത്രയോ പ്രയാസങ്ങളുണ്ട്, എത്രയോ പ്രശ്നങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു പ്രശ്നം ഒന്ന് കോർണറൈസ് ചെയ്ത് ഇന്ന വിഷയത്തിന് പരിഹരിക്കാൻ വേണ്ടി 15 കോടി രൂപ ഇവിടെ ഇന്ന രീതിയിലേക്ക് ഞാൻ വിനിയോഗിക്കുകയാണ് എന്ന് ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം അവസാനിക്കുകയാണ് അവിടെ. അപ്പൊ ഈ ആഘോഷ പരിപാടി ദൂർത്താണെന്നുള്ള കാര്യത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. നമ്മളിവിടെ കേരളം മൊത്തം കൊട്ടിഘോഷിച്ച് ഒരു ബസ്സിൽ മുഖ്യമന്ത്രി യാത്ര നടത്തിയല്ലോ. എന്തായിരുന്നു ആ യാത്രയുടെ പിന്നിലുണ്ടായിട്ടുള്ളത്? ആ ആളുകളിൽ നിന്നെല്ലാം ഇങ്ങനെ പരാതി കേരളം മുഴുവൻ വാങ്ങി, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനങ്ങളിൽ നിന്ന് വളഞ്ഞു നിന്ന് മുഖ്യമന്ത്രി പരാതി വാങ്ങുകയാണ്. ആ വാങ്ങിയ പരാതിയിൽ ഏതെങ്കിലും ഒരു പരാതിക്ക് ഒരു പരിഹാരം ഉണ്ടായതായി ആരെങ്കിലും ഒരു മാധ്യമത്തിന്റെ മുന്നിൽ വന്ന് പറഞ്ഞതായി നമ്മൾ ആരെങ്കിലും കണ്ടോ? അവിടെയാണ് ഈ പറയുന്ന പൊള്ളത്തരവും ഈ നാടകവും, സ്ക്രിപ്റ്റിത്തെ നാടകവും, PR വർക്കും എന്നൊക്കെ നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ജനങ്ങളുടെ ദുരിതം ഒന്ന് പരിശോധിച്ച് നോക്കൂ. നമ്മൾ ഏത് മേഖല പരിശോധിച്ചാലും, ഇപ്പോൾ തീരദേശ മേഖല എടുത്തു കഴിഞ്ഞാൽ തീരദേശത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. എന്താണ്? തീര സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, തീര ശോഷണവുമായി ബന്ധപ്പെട്ട്, കടലാക്രമണവുമായി ബന്ധപ്പെട്ട്, അവിടെ നടക്കുന്ന മറ്റ് വികസന പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റ് കൊടുത്ത ഉറപ്പുകൾ പാലിക്കാതെ വന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇവിടെ തിരുവനന്തപുരത്ത് പോലും ഒരു തീരദേശ പ്രദേശത്ത് ചെന്ന് ഇറങ്ങിയ സമയത്തുണ്ടായ ഭൂകമ്പം എന്താണെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഞാൻ താമസിക്കുന്ന കഴക്കൂട്ടത്താണ്. എൻ്റെ തൊട്ടടുത്ത് ചിറയൻകീഴ് മണ്ഡലത്തിൽ നമ്മുടെ അവിടെ തീരദേശവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരം ഇന്നും നടന്നു വരികയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും കാണാതെ ഇവിടെ മലയോര മേഖലയിൽ നിന്ന് പരിശോധിച്ച് നോക്കൂ. എന്താണ്? വന്യമൃഗങ്ങളുമായി നിരന്തരം കേരളത്തിലെ ജനങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. 20-ലധികം ആളുകളെ ആന ചവിട്ടിക്കൊന്നു, കടുവയുടെ ആക്രമണം, ഇതെല്ലാം നമ്മൾ കാണുകയാണ്. എന്ത് സംരക്ഷണമാണ് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഈ ഗവൺമെന്റ് ഒരുക്കി കൊടുത്തത്? ഇവിടെ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന്റെ നടയിൽ നമ്മുടെ CPOയുടെ വനിതാ റാങ്ക് ലിസ്റ്റിൽ പെടുന്ന ആളുകൾ 6 മാസം മുമ്പ് CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ട മറ്റ് ചെറുപ്പക്കാർ, ആണുങ്ങളായിട്ടുള്ള പുരുഷന്മാരായിട്ടുള്ള ചെറുപ്പക്കാരുടെ സമരം നമ്മൾ കണ്ടതാണ്. അവരെ ഒന്ന് കേൾക്കാൻ ഈ ഗവൺമെന്റിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? അവരുടെ പ്രയാസം ഒന്ന് അഡ്രസ് ചെയ്യാൻ എന്തുകൊണ്ട് ഈ പറയുന്നത് പോലെ തൊഴിലാളി വർഗത്തിന്റെ നേതാക്കന്മാരെ വളർന്നു വന്ന ഈ ആളുകൾക്ക് കഴിയുന്നില്ല എന്ന് നമ്മൾ പരിശോധിക്കണം. അപ്പൊ അവിടെയാണ് ഇവിടെ ഈ പറയുന്നത് പോലെ ഒരു രീതിയിലും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആളുകളാണ് ഈ ഗവൺമെന്റിന്റെ ഭാഗമായി ഇരിക്കുന്നതെന്ന് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞു പോകുന്നത്. ഇവിടെ സാമൂഹിക നീതി പെൻഷനെ പറ്റി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എത്ര കാലമായി, എത്ര തവണയായി സാമൂഹിക നീതി പെൻഷൻ മുടങ്ങിയിരിക്കുന്നു? എത്ര ഗ്യാപ്പ് വരുന്നുണ്ട്? 3-4 മാസം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് 6-7 മാസത്തെ ഗ്യാപ്പ് വരുമ്പോൾ, ഒരു ഇലക്ഷൻ അടുക്കാറാകുമ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടു കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സാമൂഹിക നീതി പെൻഷന്റെ ഒരവസ്ഥ എത്തുകയാണ്. ഇവിടെ ഏതു മേഖല എന്ന് പരിശോധിച്ചില്ല. ബഹുമാനപ്പെട്ട എനിക്ക് വളരെ വേണ്ടപ്പെട്ട ജേക്കബ് ജോർജ് സാർ അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ ആശുപത്രികളിൽ നിന്നും ഒരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ്. ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് മരുന്നുകൾ ലഭ്യമല്ല എന്നുള്ള കാര്യം പച്ച പരമ യാഥാർത്ഥ്യമാണ്. കേരളത്തിന്റെ എത്ര മാധ്യമപ്രവർത്തകർ അത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരുണ്യ പദ്ധതിയുടെ അവസ്ഥ ഇന്ന് എന്താണ്? ഏതെങ്കിലുമൊക്കെ സാധാരണക്കാരൻ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള ചികിത്സാ ധനസഹായമോ ലഭിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ടോ? ഇവിടെ വില കൂടിയ മരുന്നുകൾ,
ക്യാൻസർ പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ നേടുന്ന സാധാരണക്കാരന്റെ അവസ്ഥ, അവരെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ട ഇഞ്ചക്ഷൻ പോലും നേരെ ചൊവ്വ കൊടുക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റായി ഗവൺമെന്റ് മാറിയിരിക്കുക. കാർഷിക മേഖല നമ്മൾ പരിശോധിക്കണം. കാർഷിക മേഖലയിൽ ഇന്ന് ഏത് തരത്തിലുള്ള റബ്ബറിന് 250 രൂപ താങ്ങുവിലയാക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ആളുകളാണ്. നെൽകൃഷി സംഭരണം എവിടെ എത്തി നിൽക്കുന്നു ഇന്ന്? നാളികേര കർഷകരുടെ അവസ്ഥ ഇന്ന് എന്താണ്? അപ്പൊ അതൊന്നും അഡ്രസ് ചെയ്യാതെ എന്ത് തരത്തിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളാണ് ഈ ജനകീയ നേട്ടങ്ങളാണ് ഈ ഗവൺമെന്റ് നടത്തിയെന്ന് പറയുന്നത് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്.